ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പവിത്രൻ എന്ന നടനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. സൗഹൃദം വഴി സിനിമയിലെത്തിയ അഭിനേതാക്കൾ അനവധിയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന പലരുടെയും സുഹൃത്തുക്കൾക്ക് അവർ വഴി സിനിമ വെളിച്ചമായിട്ടുണ്ട്. അത്തരത്തിൽ തന്റെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരാളാണ് നടൻ ശ്രീനിവാസൻ. തലശ്ശേരിക്കാരനായ ശ്രീനിവാസന്റെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ നിന്നും ഒരു കുടുംബം താമസം മാറി വന്നിരുന്നു. തലശ്ശേരിയിലെത്തിയ പരമേശ്വരന്റെയും അമ്മുവിന്റെയും 10 മക്കളിൽ രണ്ടാമനായിരുന്നു പവിത്രൻ. ചെറുപ്പം മുതൽ കലാപ്രവർത്തനങ്ങളിൽ അതീവ തൽപരനായിരുന്നു പവിത്രൻ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വാർഷികത്തിൽ പവിത്രനും സംഘവും ഒരു പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ പെൺവേഷമായിരുന്നു പവിത്രൻ ചെയ്തത്. എന്നാൽ കലയും പഠിത്തവുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ തിരിച്ചടിയായി. പ്രീ ഡിഗ്രി വെച്ച് പഠനം നിർത്തേണ്ടതായി വന്നു. പവിത്രൻ അങ്ങനെ നിരാശനായി നിൽക്കുമ്പോഴാണ് സുഹൃത്തായ ശ്രീനിവാസൻ പവിത്രനോട് ചില കാര്യങ്ങൾ പറയുന്നത്. മദ്രാസിലെ ഫിലിം സ്കൂളിൽ ചേർന്ന് സിനിമ പഠിക്കുവാൻ ശ്രീനിവാസൻ പവിത്രനോട് പറഞ്ഞു. തന്റെ കൂട്ടുകാരന്റെ സിനിമയോടുള്ള സ്നേഹം മനസ്സിലാക്കിയാണ് ശ്രീനിവാസൻ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ശ്രീനിവാസൻ ചെയ്തു. അങ്ങനെ 2 വർഷം പവിത്രൻ മദ്രാസ് ഫിലിം സ്കൂളിൽ ചേർന്ന് സിനിമ പഠിച്ചു. വിജയകരമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. ശ്രീനിവാസൻ, സംവിധായകൻ പ്രിയദർശൻ തുടങ്ങിയവരോടുള്ള സൗഹൃദം പവിത്രനെ അധികം വൈകാതെ സിനിമയിലേക്ക് എത്തിച്ചു. തുടക്കകാലത്ത് ചെറിയ വേഷങ്ങളാണ് നടന് ലഭിച്ചത്. എങ്കിലും തനിക്ക് കിട്ടിയ വേഷങ്ങളിൽ സംതൃപ്തനായി അത് മികച്ചതാക്കാൻ പവിത്രൻ ശ്രമിച്ചു. ഗുഹ, ഹലോ മദ്രാസ് ഗേൾ, കിങ്ങിണിക്കൊമ്പ്, ഒന്നും മിണ്ടാത്ത ഭാര്യ, പാവം പൂർണിമ, എങ്ങനെയുണ്ടാശാനെ തുടങ്ങി തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ പവിത്രൻ എത്തി. ശ്രീനിവാസൻ തിരക്കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത അരം പ്ലസ് അരം കിന്നരം സിനിമയിൽ ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു പവിത്രന്. ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കെ പ്രൊപ്പറേറ്റർ മനോഹരൻ എന്ന കഥാപാത്രത്തിന്റെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരിൽ ഒരാളായ ജോസഫായിട്ടാണ് പവിത്രൻ ആ സിനിമയിലെത്തിയത്. മനോഹരനും ജോസഫും കൂടെ എം.എൻ. നമ്പ്യാർ എന്ന കഥാപാത്രത്തിന്റെ വീട്ടിൽ കാർ നന്നാക്കുവാൻ പോകുന്ന രംഗമൊക്കെ ഇപ്പോഴും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതാണ്. ജോസഫെ, കുട്ടിക്ക് മലയാളം അറിയാമെന്നൊക്കെ ജഗതിയുടെ മനോഹരൻ എന്ന കഥാപാത്രം പറയുന്നത് മലയാളികൾക്ക് മനഃപ്പാടമാണ്. ആ രംഗത്ത് മനോഹരനോടൊപ്പം നിറഞ്ഞു നിന്നത് പവിത്രന്റെ ജോസഫ് എന്ന കഥാപാത്രമായിരുന്നു. നായകൻ, ചെപ്പ്, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു തുടങ്ങിയ സിനിമകളിലും നടൻ പിന്നീട് അഭിനയിച്ചു. പ്രിയദർശൻ സംവിധാനം ചെയ്ത വെള്ളാനകളുടെ നാട് സിനിമയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രാഷ്ട്രീയക്കാരനായ സുധാകരൻ എന്ന വില്ലൻ കഥാപാത്രം പവിത്രൻ മികച്ചതാക്കി. നായകനായി എത്തിയ മോഹൻലാൽ കഥാപാത്രത്തിന്റെ സഹോദരി ദീപയുടെ ഭർത്താവായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ലിസിയാണ് ദീപയായി എത്തിയത്. പവിത്രനെ തേടി പിന്നീടെത്തിയ വേഷങ്ങളിൽ ഭൂരിഭാഗവും നെഗറ്റീവ് വേഷങ്ങളായിരുന്നു. അത്തരം കഥാപാത്രങ്ങളെ പവിത്രൻ മികച്ച രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. വന്ദനം, അദ്വൈതം, യാദവം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദേവാസുരം, ഹൈവേ, കമ്മീഷണർ, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, അനുഭൂതി, കാട്ടിലെ തടി, തേവരുടെ ആന, സൈക്കിൾ, ഇതിഹാസ, സ്റ്റൈൽ, വികടകുമാരൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ നടൻ അഭിനയിച്ചു. സിനിമ സീരിയൽ രംഗത്ത് ഇപ്പോഴും സജീവമാണ് പവിത്രൻ.